നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ദൂരത്തും ചാരത്തും അരികത്തും അകലെയുമായി ഞങ്ങളെ ശ്രവിക്കുന്ന ഈ മണിയങ്കര പ്രദേശവാസികളോടും എല്ലാ മാന്യ ശ്രോതാക്കളോടും വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിതത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ ഏറെ വെമ്പലോടെ പായുന്ന പ്രിയപ്പെട്ടവരാണ് ഞങ്ങളുടെ ഈ ശബ്ദം ഈ പകൽക്കാലം കേൾക്കുന്നത് എന്ന് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയേറിയ കുറച്ച് നിമിഷങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് താഴ്മയോടുകൂടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമായി തീരുകയില്ല എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജൂലൈ മാസം 25 ശനിയാഴ്ചയാണ്. 2 ദിവസം കൂടി കഴിയുമ്പോൾ ജൂലൈ മാസം 27-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് മറക്കുവാൻ കഴിയാത്ത ഒരു ദിവസമാണ്. ഭാരതം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ ഓർമ്മ ദിവസമാണ് ജൂലൈ മാസം 27 എന്ന് പറയുന്നത്. 2015 ജൂലൈ മാസം 27-ാം തീയതി തന്റെ 83-ാമത്തെ വയസ്സിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അദ്ദേഹത്തിന്റെ 11-ാമത്തെ ചരമവാർഷികമാണ് ഈ ഭാരതദേശം അടുത്ത തിങ്കളാഴ്ച ഓർക്കുവാനായിട്ട് പോകുന്നത്. അബ്ദുൽ കലാം സാർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന, അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് പറയുവാൻ കഴിയുന്ന മറ്റൊരു പദമാണ് സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം കാണുവാൻ നമ്മുടെ ഭാരത രാജ്യത്തെ യുവാക്കളെയും കുട്ടികളെയും ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് സ്വപ്നം എന്ന് പറയുന്നത് കേവലം ഉറക്കത്തിൽ കാണുന്ന ഒന്നു മാത്രമായിരുന്നില്ല, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള വഴിയും കഠിനാധ്വാനത്തിനുള്ള പ്രേരണയുമായിരുന്നു. സ്വപ്നത്തെക്കുറിച്ച് അബ്ദുൽ കലാം സാറിന്റെ ഏറ്റവും പ്രശസ്തമായ, ലോക പ്രശസ്തമായ വാക്കുകൾ ഇങ്ങനെയാണ്: ഡ്രീം ഈസ് നോട്ട് ദാറ്റ് which you see while sleeping, it is something that does not let you sleep. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് പറയുന്നത്. ഈ ഒറ്റ വാചകത്തിലൂടെ സ്വപ്നത്തിന് അദ്ദേഹം പുതിയ ഒരു നിർവചനം നൽകുകയുണ്ടായി. വെറുതെ ആഗ്രഹിക്കുന്നതല്ല, രാത്രികളിൽ പോലും നമ്മളെ അധ്വാനിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ലക്ഷ്യങ്ങളാണ് യഥാർത്ഥ സ്വപ്നങ്ങളെന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. ഞാൻ എന്തിനാണ് പ്രിയമുള്ളവരെ ഈ മധ്യാഹ്ന സമയത്ത് അബ്ദുൽ കലാം സാറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ കുറിച്ചും നിങ്ങളോട് പറയുവാനിടയായി തീർന്നതെന്നറിയാമോ? നമുക്കെല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്തിനെങ്കിലും കുറിച്ചൊരു സ്വപ്നമുണ്ട്. സ്വപ്നം കാണാൻ പഠിപ്പിച്ച അബ്ദുൽ കലാം സാറിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. അത് കേട്ട മനുഷ്യർക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. പ്രസംഗിക്കുന്ന എനിക്ക് ചില സ്വപ്നങ്ങളുണ്ട്. ഈ കേൾക്കുന്ന ശബ്ദ തരംഗങ്ങൾക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് 1000 സ്വപ്നങ്ങളുണ്ട് എന്ന് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ അഭിമാനത്തോടുകൂടെ വിളിച്ചു പറഞ്ഞോട്ടെ, മനുഷ്യർക്ക് മാത്രമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ! താൻ സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് സർവശക്തനാകുന്ന ദൈവത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. എന്തായിരുന്നു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം? ആദിയിങ്കൽ ഏദൻ പൂങ്കാവനത്തിൽ ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യരെ ഉണ്ടാക്കുവാനിടയായി. 6 ദിവസം കൊണ്ട് ഇന്ന് കാണുന്ന സകല ചരാചരങ്ങളെയും ഈ കാണുന്ന സകല ഭാരവാര സൂരാദികളെയും യഹോവയായ ദൈവം സൃഷ്ടിച്ചിട്ട് ഏറ്റവും അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തിയുടെ അധ്യായം 1-ാമത്തെ അധ്യായം 27-28 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേൽ, ആകാശത്തിലെ പർവ്വജാതിയിന്മേൽ, സകല ഭൂചര ജന്തുവിന്മേൽ വാഴുവാനുള്ള ഒരു വലിയ സ്വപ്നത്തെ മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇപ്രകാരം താൻ സൃഷ്ടിച്ച സകലത്തിന്മേലും വാഴ്ച നടത്തുക എന്നുള്ള സ്വപ്നത്തോടുകൂടി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, അവരെ ഏദൻ എന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ കൊണ്ടാക്കുവാനിടയായി തീരുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള
പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിൽ സ്വപ്നത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വന്ന മനുഷ്യന് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അസാധാരണമായ ഒരു കാര്യം മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ എടുത്തിരിക്കുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി. 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവൻ, 2-ാം അധ്യായത്തിൽ സകല ചരാചരങ്ങളുടെ മേൽ വാഴുവാൻ ഏദൻ തോട്ടത്തിൽ നിയമിക്കപ്പെട്ടവൻ. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ സൃഷ്ടിക്കപ്പെട്ട ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അല്ലയോ ആദിമ മനുഷ്യരായ ആദം ഹവ്വയെ, എവിടെയാണ് നിങ്ങൾക്ക് കാലിടറിപ്പോയത്? എവിടെയാണ് മനുഷ്യ നിനക്ക് പിഴവ് പറ്റിയത്? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആദിമ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ മനുഷ്യരുടെ കണ്ണിൽ തുലോം ചെറുതുമെന്നാൽ സർവശക്തനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വലിയതുമായ ഒരു തെറ്റ് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ചെയ്യരുതെന്ന് സർവശക്തനാകുന്ന ദൈവം തന്റെ തിരുവായി മൊഴിഞ്ഞ് മനുഷ്യനോട് കൽപ്പിച്ച കാര്യം പിശാചിന്റെ പ്രേരണയാൽ, പ്രലോഭനങ്ങൾ നിമിത്തം, മനുഷ്യൻ ചെയ്യുക നിമിത്തം അനുസരണക്കേടുന്നുള്ള പാപം ഏദൻ തോട്ടത്തിൽ സംഭവിക്കുന്നു. മനുഷ്യൻ ചെയ്ത അനുസരണക്കേടെന്നുള്ള പാപത്തിന്റെ ഫലമായി സകലത്തിന്റെയും മീതെ വാഴുവാൻ വിളിക്കപ്പെട്ട മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ് ബൈബിളിന്റെ തുടക്കത്തിൽ കാണുന്ന ചരിത്രം. സകലത്തിന്റെയും മീതെ വാഴുവാൻ വിളിക്കപ്പെട്ടിട്ടും പാപം തങ്ങളുടെ ജീവിതത്തിൽ വാഴ്ച നടത്തിയതിനാൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും മനുഷ്യൻ പുറത്താക്കപ്പെട്ടു. അയ്യോ, പാപത്തിന് ഇത്ര ശക്തിയുണ്ടോ? അതേ പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പാപത്തിന് ഒരു ശക്തിയുണ്ട്. വിശുദ്ധ വേദ പുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തി: ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പാപം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല പ്രിയമുള്ളവരെ. പാപം മരണത്തിനായിട്ടുള്ള ഒരു വിഷമുള്ളാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ആദിമ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ മരണത്തിന്റെ വിഷമുള്ള പാപം ചെയ്ത ആദമിനെയും ഹവ്വയും തേടിയെത്തുവാനിടയായി. പാപത്തിന്റെ ഫലമായി അനിഷ്ട സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ആദിമ മാതാപിതാക്കളായ ആദമിന്റെയും ഹവ്വയുടെയും മൂത്ത മകൻ കയീൻ തന്റെ അനുജനായ ഹാബേലിനെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞ് ലോകത്തിലെ ആദ്യത്തെ കൊലപാതകിയായി മാറി. അനുസരണക്കേടെന്ന പാപത്തിൽ ആരംഭിച്ച പാപത്തിന്റെ ചൈത്രയാത്ര രക്തം വീഴ്ത്തിയ കൊലപാതകവും കഴിഞ്ഞ് അത് ഏറെ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം രേഖപ്പെടുത്തിയത്: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപം സകല മനുഷ്യരിലും പരന്നതിനാൽ പിന്നീട് വന്ന സന്തതി പരമ്പരകൾക്കെല്ലാം തന്നെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വഴുതി വീഴുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നാം ഇന്ന് കാണുന്ന എല്ലാ കൊലപാതകങ്ങളുടെയും, എല്ലാ തിന്മകളുടെയും, എല്ലാ അശുദ്ധിയുടെയും കാരണം തേടിപ്പോയാൽ അതിന്റെ എല്ലാം പിറകിൽ പാപത്തിന്റെ ഒരു കരാള ഹസ്തത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സകലത്തിന്റെ മീതെയും വാഴുവാൻ വിളിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയെങ്കിലും മനുഷ്യനെ കുറിച്ചുള്ള തന്റെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ, മനുഷ്യനെ പാപത്തിൽ നിന്നും മടക്കി വരുത്തുവാൻ ദൈവം ധാരാളം കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുവാനിടയായി തീർന്നു. അതിൽ ചില കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളോട് പറയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലൊന്നാണ്, പിന്നീട് വന്ന മനുഷ്യരുമായി ദൈവം ചില ഉടമ്പടികൾ വെച്ചു. വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്ന അബ്രാഹാമുമായി ദൈവം ഉടമ്പടി ചെയ്തു. നീതിമാനായ നോഹയുമായി ദൈവം മനുഷ്യനോട് ഉടമ്പടി ചെയ്തു. ഇല്ല ഇല്ല, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഉടമ്പടികൾക്കൊന്നും മനുഷ്യനെ പാപത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. പിന്നീട് ബലിപീഠങ്ങളും മൃഗബലികളും കടന്നു വന്നു. മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ പകരമായി ഒരു നിരപരാധിയായ പക്ഷിയുടെയോ മൃഗത്തിന്റെയോ രക്തം അർപ്പിക്കുന്ന രീതി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇല്ല, ബലിപീഠങ്ങൾക്കും മൃഗബലികൾക്കും ഒന്നും തന്നെ മനുഷ്യനെ തന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. സർവശക്ത
സർവശക്തനാകുന്ന ദൈവം പിന്നീട് മോശയിലൂടെ പ്രമാണങ്ങളും ചട്ടങ്ങളുമായ ന്യായപ്രമാണവും ലോകത്തിൽ കൊണ്ടുവന്നു. ഇല്ല, ഇല്ല, ഇല്ലവേ ഇല്ല. ന്യായപ്രമാണത്തിനും മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, ദൈവത്തിങ്കലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധിച്ചില്ല. സർവശക്തനാകുന്ന ദൈവം പിന്നീട് തന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിനായി പ്രവാചകന്മാരെ ലോകത്ത് എഴുന്നേൽപ്പിച്ചു. അവരിലൂടെ മുന്നറിയിപ്പുകളും ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനവും ദൈവം ലോകത്തിന് നൽകി. ഇല്ല, പ്രവാചകന്മാരുടെ വാക്കുകളും മനുഷ്യൻ കേട്ടില്ല. പാപത്തിൽ നിന്ന് മടക്കി വരുത്തുവാൻ ഒരു പ്രവാചകനും കഴിഞ്ഞില്ല. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചപ്പോൾ സർവശക്തനാകുന്ന ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്നേക്കുമായി നഷ്ടമായി പോയതായി ലോകം വിധി എഴുതി. അതുകൊണ്ടാണ് കോരഹപുത്രന്മാർ 49-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ ലോകത്തോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കുകയില്ല എന്ന് കോരഹപുത്രന്മാർ വരെ വിധി എഴുതി. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് സന്തോഷിക്കുവാൻ ഒരു വകയുണ്ട്. എന്താണെന്നറിയാമോ? എന്നാൽ മനുഷ്യന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഇടത്ത്, ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് ലോകം വിധി എഴുതിയ ഇടത്ത്, സർവശക്തനാകുന്ന ദൈവം തന്റെ ഏറ്റവും വലിയ പദ്ധതി മനുഷ്യനെ വീണ്ടെടുക്കുവാൻ അവൻ വിഭാവനം ചെയ്തു. മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ ആഴം ദൈവം വെളിപ്പെടുത്തി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സ്വപ്നം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഈ ഭൂമിയിലുള്ള യാതൊന്നിനും മനുഷ്യനെ തന്റെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവം കണ്ടപ്പോൾ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ സർവശക്തനാകുന്ന ദൈവം തീരുമാനിച്ചു. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രന്റെ പേരാണ്. ഞങ്ങൾക്ക് ആ പദം പറയുന്നതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ആ പേര് പറയുന്നതിൽ ഇന്ന് പകൽക്കാലം അഭിമാനമുണ്ട്. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. കാലസമ്പൂർണതയെങ്കിൽ കന്യകയായ മറിയയുടെ ഉദരത്തിൽ ജന്മപാപം തീണ്ടാത്തവനായി ദൈവപുത്രനായ യേശു ഭൂമിയിലേക്ക് പിറന്നു വീണു. ഈ ഭൂമിയിൽ എഴുതിയാലും ഈ ലോകത്തിന്റെ പുസ്തകങ്ങൾ പോരാതെ വരുന്ന അത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തു തന്റെ ഐഹിക ജീവിതത്തിൽ ചെയ്തെടുത്തു. അനേക രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അനേക ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കി. 33.5 വയസ്സുവരെ ഈ ലോകത്തിന്റെ കർമ്മപാപങ്ങളും തൊട്ടു തീണ്ടാത്തവനായി ഈ ഭൂമിയിൽ യേശു ജീവിച്ചു. നിങ്ങൾക്കറിയാമല്ലോ പ്രിയമുള്ളവരെ, പാപം ചെയ്ത ഒരു മനുഷ്യന് പാപം ചെയ്ത മറ്റൊരുവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ആയതിനാൽ തന്റെ ജന്മപാപവും കർമ്മപാപവും ചെയ്യാത്ത ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി 33.5 തിരുവയസ്സിൽ കാൽവറിയുടെ ക്രൂശിൽ ഏകയാഗമായി അർപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ 2 കൊരിന്ത്യർ 5:21 രേഖപ്പെടുത്തിയിരിക്കുന്നത്: പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. കർത്താവായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയുടെ ക്രൂശിൽ അർപ്പിക്കപ്പെട്ടു. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു സാധാരണ മരണമല്ലായിരുന്നു പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ഏറ്റുവാങ്ങിയത്. ഗെത്സമനയുടെ തോട്ടം തുടങ്ങി കാൽവറിയുടെ ക്രൂശ് വരെ അതിദാരുണമായ ഒരു മരണം സർവശക്തനാകുന്ന യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി ഹല്ലേലൂയ ഏറ്റെടുത്തു. ഈ ലോകത്തിലെ ഒരു നികൃഷ്ട മനുഷ്യൻ മരിക്കുന്നത് പോലെ റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഹല്ലേലൂയ ഏറ്റവും താഴേക്കിടയിലുള്ള ഏറ്റവും അവസാനമായ നികൃഷ്ടമായ കുരിശുമരണം യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏറ്റെടുത്തു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു വലിയ പാപിക്ക് ലഭിക്കുന്ന കുരിശുമരണം എന്ന ഹീനമായ മരണം ഏറ്റുവാങ്ങി പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു നമുക്ക് വേണ്ടി മരിച്ചു. പിതാവാം ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള തന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ തന്റെ ഏകജാതനായ പുത്രനെ കാൽവറിയുടെ ക്രൂശിൽ അർപ്പിക്കേണ്ടതായി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മരിച്ചു. ഇതുവരെ ആരെയും വെച്ചിട്ടില്ലാത്ത അരമത്തിക്കാരൻ യോസഫിന്റെ കല്ലറയിൽ നിന്ന് യേശു ക്രിസ്തു 3
മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ലോകത്തിൽ ഇന്ന് വരെ ജീവിച്ച എല്ലാ മനുഷ്യരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശൂന്യമായ കല്ലറ ഇസ്രായേലിൽ യെരൂശലേമിൽ ഇന്നും തുറന്നു കിടക്കുന്നു. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന്റെ സാക്ഷ്യവുമായി ഇന്നും ശൂന്യമായി കിടക്കുന്ന ആ തുറക്കപ്പെട്ട കല്ലറയുണ്ടല്ലോ, അത് പിതാവാം ദൈവത്തിന്റെ മനുഷ്യരെ കുറിച്ചുള്ള സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിന്റെ സാക്ഷ്യമായി ഇന്നും നിലകൊള്ളുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മരിക്കുക മാത്രമല്ല, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർപ്പാൻ ഇതാ ഈ മധ്യാകാശത്ത് താമസമില്ലാ വീണ്ടും വരുവാനായിട്ട് പോകുന്നു. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി മാറിയത് കൊണ്ട് ഇന്ന് സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞോട്ടെ, ഏദൻ തോട്ടത്തിൽ സകലത്തിന്റെ മീതെ വാഴുവാൻ ദൈവം മനുഷ്യനെ ആക്കിയതുപോലെ യേശു ക്രിസ്തു മുഖാന്തരം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഇനിയും ഒരു വാഴ്ചയുടെ കാലം സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇനി ഒരു വാഴ്ചയുടെ കാലം, നിത്യമായ നിത്യതയിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുവെന്ന് നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എപ്രകാരം നമുക്ക് ആ നല്ല നാളുകൾ പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയും, അതിനുള്ള ഏക മാർഗം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുവാൻ ഞങ്ങൾക്ക് ഇന്ന് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. വാഴുന്ന ഒരു കാലത്തിലേക്ക്, കഷ്ടതകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എപ്രകാരം നമുക്ക് ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും? യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഇനി മനുഷ്യർക്ക് തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മറ്റൊരു യാഗവും അർപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആത്മാവിന്റെ മോക്ഷത്തിനായി എന്തെങ്കിലും പ്രത്യേക ക്രിയകൾ നാം ചെയ്യേണ്ടതില്ല. ദൈവവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം മാത്രം മാനവരാശിക്ക് ദൈവം നൽകി, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായി തീരും. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തിന് ഈ നല്ല ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. പാപം ഉപേക്ഷിക്കുവാൻ ഈ മൈക്കിന്റെ ശ്രവണപരിധിയിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ കാർമുകിലിനെ പോലെ, നിങ്ങളുടെ ലംഘനങ്ങൾ മേഘത്തെ പോലെ വലുതായിരുന്നാലും അതിനെ മായിച്ചു കളയുവാൻ കാൽവറിയുടെ ക്രൂശിൽ ഒഴുകിയിറങ്ങിയ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ടെന്ന് അഭിമാനത്തോടു കൂടെ ഞങ്ങൾ ഇന്ന് വിളിച്ചു പറയുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്ക ശക്തിയുള്ളതാണ്. ആരീന്ത ഈ വാക്കുകളെ കേൾക്കുന്നവർ യേശുവിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് ഈ പാപമോചനം സാധ്യമാണ് എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞോട്ടെ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ 2026 നാം ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങൾക്കും മോചനം തരുവാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത്. യേശു ക്രിസ്തു നൽകുന്ന പാപവിമോചനം പ്രാപിക്കുവാൻ പ്രത്യേകമായി നാം ഒന്നും ചെയ്യേണ്ടതില്ല. പിതാവാം ദൈവം ഇതിന് വലിയ വില കൊടുത്തതിനാൽ നാം ഇനി ഒരു വിലയും കൊടുക്കേണ്ട കാര്യവുമില്ല. യേശു ക്രിസ്തു നൽകുന്ന പാപവിമോചനം പ്രാപിക്കാൻ നാം ഇപ്പോൾ ആയിരിക്കുന്ന ജാതിയോ മതമോ ഒന്നും തന്നെ മാറേണ്ട കാര്യങ്ങളില്ല. നാം ഇപ്പോൾ ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ, ഇപ്പോഴുള്ള സാമൂഹിക ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന ഈ പാപമോചനം പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. എപ്രകാരമാണ് പ്രിയമുള്ളവരെ അങ്ങനെ ഒരവസ്ഥ കഴിയുന്നത്? തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോ കരുണ ലഭിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നമ്മുടെ ലംഘനങ്ങളെ ഇന്ന് പകൽക്കാലം ഏറ്റുപറയുമെങ്കിൽ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുമെങ്കിൽ, നിങ്ങളെ കൈക്കൊള്ളുവാൻ തുറന്ന കരങ്ങളുമായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത്. ദൈവവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവോടെ നമ്മുടെ വായ്കൊണ്ട് ഞാനൊരു പാപിയാണ്, ഞാൻ എൻ്റെ പാപങ്ങളെ ഉപേക്ഷിക്കുന്നു, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാൽവറിയുടെ ക്രൂശിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന് ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കൊടിയ പാപങ്ങൾക്ക്, ഈ ലോകത്തിന്റെ നിയമങ്ങൾക്ക് മാറ്റുവാൻ കഴിയാത്ത, ഈ ലോകത്തിന്റെ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് മാറ്റുവാൻ കഴിയാത്ത നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ഈ യേശുവിന്റെ രക്തം മതിയായതാണെന്ന് ഈ പകൽക്കാലം ഞങ്ങൾ സന്തോഷം
സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു. നാം നമ്മുടെ പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പുറത്തു വന്ന് സന്തോഷവും സമാധാനവും ആരോഗ്യവുമുള്ള ഒരു നല്ല ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇപ്രകാരമായ സന്തോഷകരമായ പാപമില്ലാത്ത സമാധാനപൂർണമായ രോഗങ്ങൾ ഒഴിഞ്ഞ ഒരു ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് ഈ ശബ്ദപരിധിയിലേക്ക് കടന്നു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ പോലെ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ പലവിധ പ്രയാസങ്ങളിലൂടെ ജീവിതം മടുത്തുപോയ ഒരു കൂട്ടം ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നതിന്റെ ഒറ്റ കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളെ വീണ്ടെടുത്ത കാൽവറിയുടെ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച അരുമനാഥനായ ഒരു രക്ഷകൻ ഞങ്ങൾക്കുണ്ട് എന്നുള്ള ബോധ്യമാണ്. ഈ ബോധ്യത്തിലേക്ക് ഈ ശബ്ദപരിധിക്കുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദൈവിക സ്വസ്ഥതയിലേക്ക്, ദൈവിക സമാധാനത്തിലേക്ക് ഈ വാക്കുകൾ കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനാകുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.